അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോവാണ്. നല്ല പേടിയായിരുന്നു. ടിക്കറ്റ് എടുത്ത മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത്തെ ഞാൻ ഒറ്റക്കാണ് ഇപ്രാവശ്യം പോകുന്നത്. എപ്പോഴും ഇക്ക വരുത്തുണ്ടേനും. ഈ തവണ ഞാൻ മാത്രമാണ് പോകുന്നത്. യുദ്ധം കാരണം പ്രശ്നമൊക്കെ തീരെ ഉറങ്ങിയിട്ട് പോലും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ കാലത്ത് 11:30ക്കാണ് ഫ്ലൈറ്റ്, 11:37. അങ്ങനെ ബ്ലോക്കെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ച് 5 മണിക്ക് എണീറ്റ് സുബഹി നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ച് റൂമിൽ നിന്ന് 6:30ക്ക് പുറപ്പെട്ടു. ഒരു 3/4 മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. 8:30ക്ക് എയർപോർട്ടിലെത്തി കുറേ ലഗേജ് കൂടിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ 1 മണിക്കൂറോളം കളിച്ച് പിന്നെ ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി. അതിന് ശേഷം പറഞ്ഞ് 11:30ൻ്റെ ഫ്ലൈറ്റ് 1 മണിക്കാണെന്ന് പറഞ്ഞു. അവസാനം ഫുഡ് പോലും കഴിക്കാതെ ഞാൻ റൂമിൽ നിന്ന് വന്നത്, ഒരു ചായയും കുടിച്ചിട്ട്. എൻ്റെ ഫുഡൊക്കെ എന്ത് ചെയ്തു, എന്നെ അകത്ത് കയറ്റിയില്ല. ഫുഡ് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കുറേ ആൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ എന്തോ ഒരുത്തന് പിടിച്ചു വെച്ച്. എനിക്കങ്ങനെ വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഒരുപാട് ഫ്ലൈറ്റ് കയറിയിട്ടും ടെൻഷൻ കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പൊന്തി 2 മണിക്കൂറായതിന് ശേഷം എനിക്ക് സമാധാനം തന്നെ കിട്ടിയത്. അതുവരെ ഭയങ്കര ബേജാറായിരുന്നു. കുറേ ഫാമിലിനെയൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ, യാത്രയൊന്നും കുഴപ്പമില്ലാതെ നാട്ടിലെത്തി. മോളെ കണ്ടു. മോളെ ഒരു കൂട്ടുകാരത്തിയാണ് എന്നെ കൂട്ടാൻ വന്നത്. അവളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കാരണം 3 കൊല്ലമായി ഞാനും ഇപ്പോൾ എന്നെ പിരിഞ്ഞോളെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. കൊല്ലത്തിലിങ്ങനെ ഒരു മാസമൊക്കെ സൗദി കൂട്ടാറുണ്ട്. ഈ വർഷം കൂട്ടാത്തതെന്ന് വെച്ചാൽ യുദ്ധം കാരണം വിസ കിട്ടുന്നില്ല. ഓളെ വിസ ക്യാൻസലാക്കിയിട്ട് ഓളെ വിസിറ്റിംഗ് വിസയിലേനും കൂട്ടൽ. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ഹജ്ജിൻ്റെ പ്രശ്നവും പിന്നെ യുദ്ധത്തിൻ്റെ, അത് കാരണം വിസിറ്റിംഗ് നമ്മുടെ വിസ ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ജൂണിലാണ് വിസ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് ജൂണിൽ ഓക്ക് വിസയും എടുത്തിട്ട് തിരിച്ച് ഗൾഫിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലപോലെ തളർന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറ്റ്യാടിയിലേക്ക് പോകണ്ട, എൻ്റെ നാട് കുറ്റ്യാടിയാണ്, ഇനി 2 മണിക്കൂറോളം യാത്ര ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് ഒരു റൂം കോഴിക്കോട് തന്നെ എടുത്ത്, അങ്ങനെ റൂം കൊടുത്ത് ഞങ്ങൾ റൂമിലേക്ക് ഞാനും മോളെ കൂട്ടുകാരത്തി ദേവിക എന്ന പേര്. കൂട്ടുകാരത്തിൻ്റെ ഓളായിട്ട് നല്ല കൂട്ടാണ്. ഇവക്ക് ഓളും വേണം, ഓക്ക് ഇവളും വേണം. അങ്ങനത്തെ കൂട്ടുകാരത്തികളെ 2 കൂടി. ഇവർ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇവർക്ക് പിന്നെ ക്ഷീണവും വരുത്തൊന്നുമില്ലല്ലോ. ഇവർ നല്ലപോലെ ഉറങ്ങിയിട്ട് എന്നെ കൂട്ടാൻ വന്നതല്ലേ. എനിക്ക് ഉറക്ക ക്ഷീണവും ഫുഡ് കിട്ടാത്തതിൻ്റെ എല്ലാം കൊണ്ടും ഞാനാകെ തളർന്നിട്ടേനുള്ളത്. കാലത്ത് 6 മണിക്ക് വിട്ട ഞാൻ എത്തുന്നത് 8:30 മണിക്കാണ് കോഴിക്കോട് എയർപോർട്ടിൽ. 8 മണിക്കാണ് എത്തിയത്. പുറത്തിറങ്ങുമ്പോഴേക്ക് 8:30 മണി. ഫുഡെല്ലാം കഴിച്ച് റൂമിൽ വരുമ്പോൾ 10 മണി. പിന്നെ എൻ്റെ നാട്ടിലും കൂടി പോകാമെന്ന് വെച്ചാൽ എനിക്കത് പറ്റൂല. അങ്ങനെ റൂം കൊടുത്ത് അവിടെ നിന്ന് ഇവർ 2 അവിടെ എന്ന് വെച്ചാൽ ജിമ്മുണ്ട്, പിന്നെ കൂളുണ്ട്. ഇവരെന്നോട് പറയാണ് വാ കുളിക്കുക, പിന്നെ കൂളിൽ നിന്ന് കുളിക്കുക, ജിമ്മ് കളിക്കുക, ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെയും നിർബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ എന്തേലും കളിച്ചോ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ കിടക്കാൻ എനിക്ക് സമാധാനമില്ല. ഇവർ 2 കൂടി കുളിച്ചിട്ട് രാത്രിയല്ലേ, അതും പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ലേ. എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നിടത്ത് നീറ്റുകളെ പോയിട്ട് നിർബന്ധിച്ചിട്ട് വിളിച്ചു കൊണ്ടാണ്, നിങ്ങളിങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് കിടത്തം വരുന്നില്ല, റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ റൂമിൽ വന്നിട്ട് ഇവർ ഉറങ്ങുന്നില്ല. കുറേ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ തലേന്ന് ഉറങ്ങാത്ത ഞാൻ, എന്നിട്ട് ഇവരെ കൊണ്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇവരെ കളിയും ഇതെല്ലാം നോക്കിയിട്ട് കിടന്ന് ഞാൻ. പിന്നെ എന്നോട് അങ്ങ് ഉറങ്ങിപ്പോയി. ഇവരെപ്പോഴാണ് ഉറങ്ങി എത്ര മണിക്കാണെന്നും ഒന്നും എനിക്കറിയില്ല. എന്തായാലും യുദ്ധമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. സാധനത്തിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഇക്കാക്കൊക്കെ ചെറിയ പണിക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്.
ഗൈസ് ജ്യൂസ് എത്തി. ജ്യൂസ് നമ്മൾ വാട്ടർമെലൺ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ജ്യൂസ് കുടിക്കാം. പൈനാപ്പിൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവള് ഇങ്ങനെ ഇതിലെടുത്തത്. ഇഷ്ടപ്പെട്ടോ? നമുക്കെന്താ വേണ്ടേ? വേണ്ടത്തപ്പോൾ പഠിക്കുന്നത്. ജ്യൂസ് എങ്ങനെയുണ്ട്? ജ്യൂസ് കിട്ടില്ല. നിന്റെയോ? അയ്യോ. ഗൈസ് വന്ന് ടയർഡ് കിടന്ന് ഉറങ്ങുന്നിറങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു രാവിലെ 10 മണി വരെ ഉറങ്ങി എണീറ്റ് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പല്ലേക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടികളെ വിളിച്ച് അവരതും കുളിയൊക്കെ കഴിഞ്ഞ് മസാല ദോശയാണ് കിട്ടിയത്. നമുക്ക് മറ്റേ ഇത് വേണോ? ആ പാത്രത്തിൽ വെക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ മുകളിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അവർ വീഡിയോ ഒക്കെ എടുത്ത് കളിച്ച് കുറേ നേരം. പിന്നെ ദേവികക്ക് നാളെ വിഷുവാണ്. അവളമ്മ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓളെ ട്രെയിന് കയറ്റി വിടാൻ വേണ്ടി പോയി. ഞങ്ങൾ ഓളെ കയറ്റി വിട്ടതിന് ശേഷം കുറ്റ്യാടിക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ച് കുറ്റ്യാടിയിലേക്ക് ഞങ്ങളും പുറപ്പെട്ട് ഇനി കുറ്റ്യാടിയിലെ വീട്ടിലെത്തിയിട്ട് നാളെ മുതൽ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.